ഹലോ മക്കളെ, നിങ്ങളുടെ ഷെബിൽ സാർ വീണ്ടും വന്നിരിക്കുന്നു. ഒരു മിനിറ്റ് കൊണ്ട് ഒരു മാർക്ക് കോരിത്തരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഇവിടെ നമ്മുടെ ഹോച്ചിക്കോമിനോട് മേയർ എന്തോ എന്ന് പറയുന്നുണ്ട്. ഐ സ്റ്റിൽ ഹാവ് മൈ ഡൗട്ട്സ് ആസ് മെലൻഡൈൻ ഇസ് എ മാൻ ഓഫ് ക്രെഡൻസ്. ഐ വുഡ് റാദർ യു. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഈ ഐഡ് എന്ന് രണ്ട് സാഹചര്യത്തിലാണ് വരാൻ പോകുന്നത്. ഏതാണ് ആ സാഹചര്യം? ഒന്ന് ഐഡ് ബെറ്റർ ആയിരിക്കും, ഐ ഹാഡ് ബെറ്റർ ആയിരിക്കും. രണ്ടാമത് ഐ വുഡ് റാദർ ആയിരിക്കും. ഒന്നെങ്കിൽ ഹാഡോ അല്ലെങ്കിൽ വുഡോ ആയിരിക്കും ഇങ്ങനെ ഷോർട്ട് ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ റാദർ വന്നതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും അറിയാം ഒരേപോലെ ഇതെന്താണ്, ഐ വുഡ് റാദർ ആണ്. ഐ വുഡ് റാദറിന്റെ നിയമം എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ് പ്ലസ് വുഡ് റാദർ പ്ലസ് V1 ആണ്. നിങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നെങ്കിൽ ഐ വുഡ് റാദർ ഗോ ഹോം എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഐ വുഡ് റാദർ യു സബ്ജക്റ്റ്, രണ്ടാമത് വേറൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിയമം ഒന്ന് മാറും. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വുഡ് റാദർ പ്ലസ് സബ്ജക്റ്റ് ടു, രണ്ടാമത്തെ ആള് നമ്മൾ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ആള് പ്ലസ് V2 ഉപയോഗിക്കണം. ആദ്യത്തെ ആണെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയാണെങ്കിൽ V1 മതിയായിരുന്നു, ഇത് V2 വേണം. ഓക്കെ, ആൻസർ എന്താണ് വരിക? ഐ വുഡ് റാദർ എന്താണ് ആൻസർ വരിക? ഐ വുഡ് റാദർ യു റിട്ടേൺഡ് എന്താണ് നേരെ എന്താ വേണ്ടത്? റിട്ടേൺഡ് ദ പോക്കറ്റ് ബുക്ക് ഇമ്മീഡിയറ്റ്ലി എന്നാണ് ആൻസർ വരേണ്ടത്. നിങ്ങൾ വിചാരിച്ച ഉത്തരം ശരിയാണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ നിയമങ്ങൾ അറിയില്ലെങ്കിൽ ഇപ്പം മനസ്സിലാക്കുക, ഇപ്പൊ പഠിക്കുക, എൻ്റെ കൂടെ പഠിക്കുക. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.